അത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റും എപ്പോഴാണ് അടുത്ത ബസ് ഉള്ളതെന്ന്. നമുക്ക് ആ ഡിസ്പ്ലേയോട്ട് കയറാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ആവശ്യമില്ല. കാണുന്ന ഒരു ഡബിൾ ഡെക്കർ ബസ്സിന്റെ അപ്പർ ഡെക്കിൽ നിന്നുള്ള വ്യൂ ആണ് താഴോട്ടുള്ളത്. ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിംഗപ്പൂരിലുള്ള ഒരു സാധാരണ ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗപ്പൂരിന്റെ ഡെവലപ്മെന്റ് അതിന്റെ പ്ലാനിങ് ആണ്. അപ്പൊ ഇന്ന് പ്രോപ്പർലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് കാണാൻ പോകുന്നത്. ഓരോ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ സാധാരണക്കാരുടെ യാത്രകൾക്ക് പ്രധാനപ്പെട്ട ആശ്രയം ബസ്സുകളാണ്. നമ്മൾ ഇന്ന് കാണുന്നത് ഒരു സാധാരണക്കാരുടെ ബസ് സ്റ്റോപ്പാണ്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ ഒരു റൂഫ് കവർ, എപ്പോഴും മഴയും വെയിലും ഒക്കെ കിട്ടുന്നതുകൊണ്ട് എപ്പോഴും റൂഫ് ടോപ്പും ഇരിക്കാനുള്ള ഒരു ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എല്ലാ ബസ് സ്റ്റോപ്പുകൾക്കും ഒരു നമ്പർ വെച്ചിട്ടാണ് ബസ് സ്റ്റോപ്പിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വേറൊരു ഉദ്ദേശവും കൂടെ ഉണ്ട്. അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പം നിങ്ങളുടെ വീടിന് അടുത്തുള്ള ബസ് സ്റ്റോപ്പിന്റെ പേരും നിങ്ങളുടെ നാടും കമന്റ് ചെയ്യുക. അപ്പോൾ എനിക്കും മനസ്സിലാവുമല്ലോ നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നത് എന്ന്. കൂടാതെ എല്ലാ ബസ് സ്റ്റോപ്പുകളിലും ഒരു നോട്ടീസ് ബോർഡ് ഉണ്ടാകും. ആ ബസ് സ്റ്റോപ്പിന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ബസ്സുകളുടെ റൂട്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒത്തിരി തിരക്കുള്ള ഭാഗത്തല്ല. അതുകൊണ്ട് രണ്ട് നമ്പറിലുള്ള ബസ്സുകളെ പോകുന്നുള്ളൂ. അതിൻ്റെ റൂട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ബസ്സുകളൊക്കെ എല്ലാതും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഗ്യാപ്പിനുള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് അതിലെ കടന്നു പോകുന്നതാണ്. ഒത്തിരി തിരക്കുള്ള ബസ് സ്റ്റോപ്പുകളിലാണെങ്കിൽ അവിടെ പാസഞ്ചർ ഇൻഫർമേഷൻ ഡിസ്പ്ലേ സിസ്റ്റം അവൈലബിൾ ആണ്. അതായത് ഒരു LED ബോർഡിൽ അതിലെ പാസ് ചെയ്യുന്ന ബസ്സുകളെല്ലാം എത്ര സമയത്തിനുള്ളിൽ അവിടെ കടന്നു പോകുന്നുള്ളത് ഡിസ്പ്ലേ ആയിട്ട് ഓരോ മിനിറ്റ് ഇൻ്റർവെല്ലിലും അത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റും എപ്പോഴാണ് അടുത്ത ബസ് ഉള്ളതെന്ന്. നമുക്ക് ആ ഡിസ്പ്ലേ ബോർഡ് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. ഇപ്പോൾ കാണിക്കുന്നതനുസരിച്ച് അവസാനം 28 എന്ന് പറയുന്ന ബസ് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് അവൈലബിൾ ആവുന്നതാണ്. ഇത് ഓരോ മിനിറ്റിലും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയും റീഫ്രഷ് ആയിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ബസ്സുകൾ വരുന്നതനുസരിച്ച് അതിൻ്റെ സമയത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഇത് ഓരോ മിനിറ്റിലും മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു ബസ്സുകളും ടാക്സികളും വഴിയുടെ സൈഡിൽ അൺനെസസറി ആയിട്ട് നിർത്താറില്ല. അത് ഇവിടെ ആരും സ്റ്റോപ്പ് കാണിക്കാറില്ല. സ്റ്റോപ്പ് കാണിച്ചാലും ബസ്സുകൾ റോഡുകളുടെ സൈഡിൽ പാർക്ക് ചെയ്യാറില്ല. നമ്മൾ റോഡിൽ തന്നെ ശ്രദ്ധിച്ചാൽ പലതരം മാർക്കിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന, അതായത് ബസ് സ്റ്റോപ്പിലോട്ട് ചേർത്ത് ബസ്സുകൾ സ്ലോ ഡൗൺ ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്യുന്നതിന് പ്രത്യേക ഭാഗം തന്നെ അവർ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് കാണാനായിട്ട് നമുക്ക് ആ ഓവർ ബ്രിഡ്ജിൻ്റെ ഭാഗത്തോട്ട് നടക്കാം. നമുക്ക് ഓവർ ബ്രിഡ്ജിലോട്ട് കയറാൻ സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട്, ലിഫ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റെയർ കേസാണ്. ലിഫ്റ്റുകളും അപ്പുറത്ത് ഫങ്ഷനിങ് ആണ്. സിംഗപ്പൂരുകാർ ഒട്ടുമുക്കാൽ ആൾക്കാരും നടക്കുന്നതിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. അവർ ഹെൽത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ നട കയറി എത്തുന്നതിനേക്കാളും വേഗത്തിൽ ഒത്തിരി പ്രായമായ ആൾക്കാർ പോലും വളരെ ആരോഗ്യപരമായിട്ട് നടന്ന് മുകളിൽ എത്താറുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ നട കയറാൻ തീരുമാനിച്ചിട്ടുണ്ട്. നട കയറി മുകളിലെത്തി. മുകളിൽ ചെന്നിട്ട് നമുക്ക് താഴേക്ക് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് വണ്ടികൾ വരുന്നതും ആൾക്കാരെ എങ്ങനെ പിക്ക് ചെയ്യുന്നു, എങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. സിംഗപ്പൂരിലെ ഇങ്ങനത്തെ കാഴ്ചകൾ, പറയാത്തതും അറിയാത്തതുമായ കാഴ്ചകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെയുള്ളൊരു ഫെസിലിറ്റി കാണുമ്പോൾ മനസ്സിൽ ഓരോരോ ചിന്തകൾ ഓടുന്നുണ്ടാവും, ഓരോന്ന് പറയാൻ തോന്നുന്നുണ്ടാവും. നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമൻ്റായി രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യാം. ഈ ഓവർ ബ്രിഡ്ജിൻ്റെ കീഴെ ഒരു 4 വരി റോഡാണ്. നമ്മൾ സിഗ്നൽ കഴിഞ്ഞ് വരുന്ന വണ്ടികളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സിഗ്നൽ കഴിയുമ്പോൾ മിക്കവാറും ഒരു 2-3 ബസ്സുകൾ കാണും, തുടർച്ചയായി വരുന്നുണ്ടാകും. ഈ ബസ്സുകൾ എപ്പോഴും ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്താണ് വരുന്നത്. അതുപോലെ തന്നെ ആളുകളെ ഡ്രോപ്പ് ചെയ്യുന്നതും ലെഫ്റ്റ് സൈഡിലായിരിക്കും. നമുക്ക് ഓവർ ബ്രിഡ്ജിൻ്റെ മറു സൈഡ് കാണാം. ഇവിടെ ലെഫ്റ്റ് സൈഡിനോട് ചേർത്ത് ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഭാഗമാണ് കാണുന്നത്. ആദ്യത്തെ ബസ് സ്റ്റോപ്പിന്റെ പേരെഴുതിയ ഭാഗത്ത് പാർക്ക് ചെയ്യുന്നു. രണ്ടാമത്തേത് അതിന്റെ തൊട്ട് പുറകെ പാർക്ക് ചെയ്യുന്നു. ഈ 2 ബസ്സിൽ നിന്നും ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു.
മൂന്നാമത്തെയും നാലാമത്തെയും വരുന്ന ബസ് അതിൻ്റെ പുറകിൽ തന്നെ പാർക്ക് ചെയ്യുന്നു. ചില സമയങ്ങളിൽ ആൾക്കാർക്ക് ഡോറ് തുറന്നു കൊടുക്കാറുണ്ട് ഇറങ്ങുന്നതിനായി. പക്ഷേ കയറുന്നതിന് ഒരിക്കലും അവർ ഡോറ് തുറക്കാറില്ല. അപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും ബസ് പാസ് ചെയ്തതിന് ശേഷം മൂന്നാമത് കിടക്കുന്ന ബസ് ആദ്യത്തെ സ്ലോട്ടിലോട്ട് നീങ്ങുകയും അതിൻ്റെ പുറകിൽ വേറെ വണ്ടി ഉണ്ടെങ്കിൽ രണ്ടാമത്തെ സ്ലോട്ടിലോട്ട് നീങ്ങുകയും ചെയ്യുന്നു. ഫലത്തിൽ നമുക്ക് ബസ്സിലോട്ട് കയറാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ആവശ്യമില്ല. ഈ ആദ്യവും രണ്ടാമതും കിടക്കുന്ന ഈ ബസ്സുകളുടെ അതേ സ്ലോട്ടിൽ നിന്നുകൊണ്ട് തന്നെ ആളുകൾക്ക് ബസ്സിലോട്ട് കയറുകയും ഇറങ്ങുകയും ചെയ്യാം. ഇങ്ങനെ ബസ്സിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനുമായി ഡ്രൈവർ തിരക്ക് പിടിക്കുകയോ ആൾക്കാർ തിരക്ക് പിടിക്കുകയോ ചെയ്യാറില്ല. എല്ലാവരും ക്യൂ നിന്ന് വരിവരിയായി തന്നെയാണ് അകത്തോട്ട് കയറുക. നമ്മളിപ്പോൾ റോഡിന്റെ നടുവിൽ ഒരു കടും മഞ്ഞ നിറത്തിലുള്ള ഒരു ലൈൻ കണ്ടോ? അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡോട്ടഡ് വെള്ളയും കണ്ടില്ലേ? ആ വെള്ളയുടെ അകംഭാഗം ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാൻ മാത്രമുള്ളതാണ്. വേറൊരു വണ്ടികളും അതിനകത്തോട്ട് എക്സ്ട്രാ കയറാറില്ല. ചില സമയങ്ങളിൽ ഒരേ നമ്പറിലുള്ള ഒരേ റൂട്ടിലുള്ള 2 ബസ്സുകൾ ഒരുമിച്ച് വന്നാലും ഒന്നിനെ പുറകെ ഒന്നായിട്ട് മാത്രമേ ആ വണ്ടി അവർ ഓടിക്കാറുള്ളൂ. ഒരിക്കലും സ്പീഡ് കൂട്ടുകയോ സ്പീഡ് കുറയ്ക്കുകയോ നോർമലി ഉള്ള സ്പീഡ് അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമ്മളിപ്പോൾ കാണുന്ന ഒരു ഡബിൾ ഡെക്കർ ബസ്സിന്റെ അപ്പർ ഡെക്കിൽ നിന്നുള്ള വ്യൂ ആണ് താഴോട്ടുള്ളത്. ഫ്രണ്ടിലെ 2 ബസ്സുകൾ ഓൾറെഡി പാർക്ക് ചെയ്ത് ആൾക്കാരെ കയറ്റി ഇറക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ബസ് കിടക്കുന്നത് മൂന്നാമതാണ്. ഇത് കഴിഞ്ഞിട്ട് ആ ഫ്രണ്ടിലെ 2 ബസ്സുകളിൽ നിന്നും ആൾക്കാർ കയറി ഇറങ്ങിയതിന് ശേഷം മൂന്നാമത്തെ ബസ് മാറിയതിന് ശേഷം മൂന്നാമത്തെ ബസ്സായ നമ്മുടെ ബസ് ഫ്രണ്ടിലെ ബസ് സ്റ്റോപ്പിന്റെ പേര് എഴുതിയ പോയിന്റിൽ കൊണ്ടുപോയി നിർത്തും. എന്നിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പം അവിടുന്ന് ഒരാൾ വന്ന് കയറുന്നത് കണ്ടില്ലേ? അതാണ് ഇവിടുത്തെ നോർമൽ ആയിട്ടുള്ള പ്രോസസ്സ്. ഇതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് കാണുന്ന കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.